നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ കപ്പലണ്ടി മിഠായിയാണ്. പ്രത്യേകിച്ച് ഒരു ആമുഖം ആവശ്യമില്ലാത്ത സാധനമാണ് ഇത്. കൊച്ചു പെട്ടിക്കടയിൽ മുതൽ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ വരെ ഇത് കിട്ടും. നമ്മൾ വാങ്ങി കഴിക്കാറും ഉണ്ട്. എന്നാൽ പിന്നെ നമുക്കിതങ്ങ് ഉണ്ടാക്കിയാലോ? ആകെ ശർക്കരയും നിലക്കടലയും മാത്രം മതി. വലിയ സമയവും വേണ്ട. എന്നാൽ തുടങ്ങാം. ആദ്യം നിലക്കടല വറുത്തെടുക്കണം. അതിന് മണ്ണൊന്നും നോക്കി പോകണ്ട. സാധാരണ ഇരുമ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ചീനച്ചട്ടിയിലോ ഇട്ട് ഒരു 4-5 മിനിറ്റ് മൂപ്പിച്ചാൽ മതി. പാകമായോ എന്ന് എങ്ങനെ അറിയും? ഒരെണ്ണം എടുത്ത് ചുമ്മാ വിരൽ കൊണ്ടൊന്ന് തിരുമ്മി നോക്കുക. തൊലി പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സംഭവം മൂത്തു. ഇനി അത് വായിലിട്ട് നോക്കുക. കടിച്ചാൽ പൊട്ടുന്ന പരുവമായോ? എന്നാൽ ഇനി വേറൊന്നും നോക്കണ്ട. ചട്ടി നിരത്ത് മാറ്റിക്കും. ഇനി തൊലി കളയുന്ന പണിയാണ്. അത് ലേശം സമയമെടുക്കുന്ന പണിയാണ്. നമുക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡായി തൊലി പൊടിച്ച് വറുത്ത് സ്പ്ലിറ്റ് ആക്കിയ നിലക്കടല പാക്കറ്റ് കിട്ടും. പക്ഷേ ഇതിന്റെ പാകം കടിച്ചാൽ പെട്ടെന്ന് പൊട്ടുന്ന പാകം വേണം. അതിന് നല്ലത് ഫ്രഷായി വറുത്തെടുക്കുന്നതാണ്. അപ്പോൾ തൊലി കളഞ്ഞ് സ്പ്ലിറ്റ് ആക്കി വെക്കുക. ഇനി നമുക്ക് ട്രേ തയ്യാറാക്കി വെക്കാം. ഏതെങ്കിലും ഒരു പരന്ന പാത്രം എടുത്ത് അതിൽ നെയ്യോ എണ്ണയോ പുരട്ടി വെക്കുക. ഒപ്പം പരത്താനുള്ള റോളറിലും നെയ്യ് പുരട്ടി കൊടുത്ത് വെക്കുക. ഇനി പാത്രമില്ലെങ്കിൽ അലുമിനിയം ഫോയിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ശർക്കര പാവ് ഉണ്ടാക്കാം. ഇവിടെ ഒരു കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണം. ചുമ്മാ ശർക്കര ഉരുക്കി എടുത്താൽ പോരാ, അത് കടിച്ചാൽ പൊട്ടുന്ന ടൈപ്പ് ആക്കി എടുക്കണം. അല്ല മിഠായി കടിച്ചു പൊട്ടിക്കുന്ന പോലെ. അത് എങ്ങനെ എന്ന വഴിയെ പറയാം. ആദ്യം ശർക്കര 1 കപ്പ് എടുത്ത് അതിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കുക. ഉരുക്കി കഴിഞ്ഞാൽ അരിച്ച് കല്ലും മണ്ണും നീക്കാവുന്നതാണ്. ഇവിടെ ഉപയോഗിച്ച ശർക്കര അത്തരം അഴുക്കില്ലാത്ത തരം ശർക്കരയാണ്. ശർക്കര ഉരുക്കി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീരെ നിർബന്ധമില്ലാത്ത കാര്യമാണ്. നെയ്യിൻ്റെ ഒരു സ്മെൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി ചേർത്തതാണ്. ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. കൂടാതെ ഇതിൽ കുറച്ച് ഏലക്ക, പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഒരു സുഗന്ധം, അത്രമാത്രം. ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, ഇനി ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് അരികിൽ വയ്ക്കുക. ശർക്കര ഉരുകി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ഒരല്പം എടുത്ത് ഈ വെള്ളത്തിലൊഴിക്കുക. എടുത്ത് ഉരുട്ടാൻ നോക്കുക. നന്നായി ഉരുണ്ട് വരുന്നുണ്ട്, വലിച്ചാൽ നീളും എന്ന പരുവമായെങ്കിൽ ഏതാണ്ട് പാകമായിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുക. വെള്ളത്തിലിടുമ്പോൾ നല്ല കട്ടിയായി ആയി വെച്ചാൽ കടിച്ചു പൊട്ടിക്കുന്ന പരുവം ആയെങ്കിൽ മതി. അതാണ് പാകം. ഉടൻ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. നല്ല ചൂടോടെ തന്നെ ഈ മിക്സ് എടുത്ത് നെയ്യ് പുരട്ടിയ ട്രേയിലേക്ക് പകർത്തുക. ഇനി ഒട്ടും മടിക്കാതെ റോളർ കൊണ്ട് നന്നായി പരത്തിയെടുക്കുക. എല്ലായിടവും ഒരേ കനത്തിലായി കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉടനെ തന്നെ, അതായത് ചൂട് കുറയും മുന്നേ തന്നെ കട്ടിങ് ചെയ്ത് വയ്ക്കുക. തണുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി കുറേ സമയം അതവിടെ ഇരുന്ന് തണുക്കട്ടെ.
നന്നായി തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത രൂപത്തിൽ ഒടിച്ചെടുക്കാം. ഇനി വേണമെങ്കിൽ ഒരല്പം അരിപ്പൊടി തൂവി കൊടുക്കാവുന്നതാണ്, തികച്ചും ഓപ്ഷണൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പ്രിയപ്പെട്ട കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ. എളുപ്പം തന്നെയല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കുക, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.